ഗൈസ്, വെൽക്കം ബാക്ക് ടു സകുടുംബ വ്ളോഗ്സ്. സകുടുംബ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് സൺഡേ ആണ്, സൺഡേ ഹോളിഡേ ആണ്. അപ്പം നമ്മൾ സൺഡേയിൽ എന്തൊക്കെ ഐറ്റങ്ങളാണ് കുക്ക് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം ഒറ്റ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചപ്പം സൺഡേയിൽ എന്താണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മളുടെ കുക്കിങ്, അപ്പോൾ അതെല്ലാം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. എന്താണ് അമ്മ ഇപ്പോൾ ഉണ്ടാക്കുന്നത്? രാവിലെ തേങ്ങ വറക്കുവാണ്. ചെമ്മീൻ മേടിച്ചിട്ടുണ്ട്, ചെമ്മീൻ തീയൽ വെക്കണം. അതിന് തേങ്ങ വറക്കുവാണ്. ചെമ്മീൻ വേവിച്ച് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ചെമ്മീൻ എങ്ങനെ വേവിച്ചേ? ചെമ്മീൻ ഇച്ചിരി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് പുളിയും കൂടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതെ, കുടംപുളിയും കൂടി ഇട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചതേണ്ട ഇച്ചിരി വെള്ളമൊക്കെ ആക്കി വെച്ചേക്കുവാണ്. തേങ്ങ വറക്കുവാണ്. പിന്നെ അതേ നാരങ്ങ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അച്ചാറിടാണ്. ഞങ്ങൾ എല്ലാം കാണിക്കും. ഞായറാഴ്ചയല്ലേ, അതുകൊണ്ട് ഇന്ന് ദേവിന് പോകും കൂടെ വേണ്ടാത്തോണ്ട് ദേവിനെ എല്ലാം കൂടെ അങ്ങ് മൊത്തത്തിൽ കാണിച്ചു തരാൻ. അതെ, സൺഡേ കുക്കിംഗ് വ്ളോഗ്. കുക്കറിനകത്ത് ഞാൻ ഒരു ശക്കല ഒരു അല്ലാതെ ചില്ലറല്ല പച്ചക്കറിയുടെ അറ്റങ്ങളെല്ലാം കൂടി ഇരിപ്പുണ്ടായിരുന്നു. കുഴക്കറി പോലെ ഇച്ചിരി പയറും എല്ലാം കൂടി ഇട്ട് ഒരു കുഴക്കറി പോലെ വെക്കാൻ വേണ്ടി അത് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ തേങ്ങ മൂക്കട്ടെ. അടുപ്പത്ത് കഞ്ഞി കിടക്കുവാണ്. കുഞ്ഞാപ്രി നല്ല കരച്ചിലാണ്. കുഞ്ഞാപ്രി അച്ഛൻ്റെയിലാണ്. അടുപ്പത്ത് അരി കിടക്കുന്നു, തിളച്ചിട്ടില്ല, അരിയിട്ടതേ ഉള്ളൂ. തീ പിടിപ്പിച്ചേക്കുവാണ്. ഇച്ചിരി വിറകൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറവാണ് താരതമ്യേന. അവിടെ കഞ്ഞി മാത്രമേ ഇപ്പോൾ അടുപ്പിൽ വെക്കുന്നത്. പിന്നെ അത്യാവശ്യം ചില കറികൾ മാത്രമേ ഇപ്പോൾ അടുപ്പിൽ വെക്കുന്നുണ്ട്. എല്ലാം കാണിക്കാം കേട്ടോ. ഞാൻ മേടിച്ചുകൊണ്ട് വന്ന പച്ചക്കറി കിറ്റാണ് കേട്ടോ. നമ്മുടെ വെണ്ടയ്ക്കയുടെയൊക്കെ അളവ് കണ്ടോ. നമ്മളിവിടെ അടുത്തൊരു കടയിൽ കിട്ടുന്നതാണ്, ചിങ്ങവനത്തിനടുത്ത് മന്ദിരംകാവിലയിൽ. നല്ല ഒരു ഇഷ്ടം പോലെ സാധനങ്ങൾ, 100 രൂപയേ ഉള്ളൂ. ചൊരയ്ക്ക വരെ ഉണ്ട്. പിന്നെ ക്യാരറ്റ് ഉണ്ടായിരുന്നു, ഇതിൻ്റെ കൂടെ തക്കാളി 3 എണ്ണം ഉണ്ടായിരുന്നു, പയർ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ഇതുണ്ട് കണ്ടോ, എല്ലാ സാധനങ്ങളും ഉള്ള ഒരു അടിപൊളി കിറ്റ്. ഞങ്ങൾക്ക് പറയാനൊന്നും ഇതില്ല. പെട്ടെന്ന് പണി ഇപ്പം തന്നെ സമയം പോയി. ഉച്ച കഴിഞ്ഞാണെങ്കിൽ ഓണക്കിറ്റിന്റെ കളക്ഷൻ എല്ലാം മേടിക്കാൻ പോകണം. മരിക്കൂട്ടം, കുടുംബശ്രീ എല്ലാം ഉണ്ട്. എല്ലാം ഓടിക്കൊണ്ടുകൊണ്ട് പെട്ടെന്ന് എല്ലാം വെക്കുവാണ്. ചീര വെച്ചിട്ടുണ്ട്. ചീര ഇന്നലെ മേടിച്ചിട്ട് അതിന് തോരനാക്കണം. എല്ലാം ഞങ്ങൾ റെഡിയാക്കാൻ നിൽക്കുവാണ്. അതെ, എല്ലാം റെഡിയാക്കിയിട്ട് കാണിക്കാം. കറി വെച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കുഞ്ഞാപ്രിയുമായി ഉറക്കാൻ നടത്തുന്ന അമ്മ. ഒരു രക്ഷയില്ല, ഞാൻ നല്ല ഉറക്കണം. അവനങ്ങ് ശീലമായി പോയി. ഇപ്പം കെട്ടി കിടക്കാൻ പറ്റത്തില്ല. അവൻ്റെ അമ്മച്ചി വേണ്ട, അവൻ്റെ അച്ഛൻ ഉറക്കണ്ട, പിന്നെ ഞാൻ ഉറക്കണം. ഞാൻ എന്നാ ചെയ്യാൻ ഈ ചെറുക്കനെയും കൊണ്ട് ഞാൻ എന്നാ ചെയ്യാനാ? ഉറക്കം വന്നങ്ങ് തൂങ്ങുക. നാലും തൊട്ടി കിടക്കത്തില്ല അവൻ. ആ പൊണ്ണോടുങ്ങ ചെറിയ അക്കൽ കൊടുത്തു. മക്കളെ കറണ്ട് എല്ലാം പോയി. വന്നു കഴിഞ്ഞു. തേങ്ങ എല്ലാം വറുത്ത് കഴിഞ്ഞിട്ട് തേങ്ങ വറുത്തരച്ച് ഞാനല്ല അരച്ച് കഴിഞ്ഞ പോലെ ഞാൻ തേങ്ങ കൊത്തിടുക തീയലിനെ. തേങ്ങാക്കൊത്തും വെളുത്തുള്ളി ഇഞ്ചിയും കുത്തി അരിഞ്ഞത് എല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റിയൊക്കെ എടുക്കട്ടെ. വൈകിട്ടേ ആയിക്കോളും. നമ്മൾ ഇന്നാൾ കാണിച്ചായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് കാണിക്കണ്ട, ഇന്ന് രാവിലെ വെക്കുന്ന കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു അതിനിടയ്ക്ക് എല്ലാം കൂടെ ചക്രപുക്ര എല്ലാം കൂടി ഇട്ട് ഒരു കറി വെക്കുവാന്ന് പറഞ്ഞില്ലേ. അതെല്ലാം പച്ചക്കറിയൊക്കെ ഇച്ചിരിച്ചേ ഉണ്ടായിരുന്നു. അത് വൻപയർ ഇന്നലെ വേവിച്ചതിന്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, കപ്പ ഇരിപ്പുണ്ടായിരുന്നു അല്ലേ. പിന്നെ ഒരു കായ ഉണ്ടായിരുന്നു, ഒരു ചെറിയ ചേന ഉണ്ടായിരുന്നു. കഷ്ണം. ആ ചേനയെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാടൊന്നും ഇല്ല, കുഞ്ഞു ചേന, ഇച്ചിരി ചേന, എല്ലാ കഷ്ണം കൂടി ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഇട്ട് ഞാൻ ചുമ്മാ ഒരു ഉപ്പിട്ട് മഞ്ഞപ്പൊടി ഇട്ട് കുക്കറിലിട്ട് വേവിച്ച്, എന്നിട്ട് തേനകത്തോട്ട് ഇച്ചിരി തേങ്ങായും ജീരകവും ഇച്ചിരി ചുവന്നുള്ളിയും കൂടെ അരച്ച് ചുമ്മാ ചായച്ച് അതും എടുത്തു. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, അടിപൊളിയായി. അതിനകത്തോട് ശാലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അടിപൊളി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത കരിയാപ്പിലയും കൂടി ഇട്ട് കണ്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് കോഴ. കറിയൊക്കെ ഉണ്ടാക്കുന്നത് വെക്കും, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് അതിനൊരു കേട്ടോ, സൺഡേ കുക്കിയിലെ ഫസ്റ്റ് വിഭവമാണ് കോഴ. കോഴ ഉണ്ടാക്കിയത് എങ്ങനെ ഒന്നുകൂടെ പറയാം. നമുക്ക് കുറച്ച് കപ്പ ഇരിപ്പുണ്ടായിരുന്നു, ചേന ഒരു ചെറിയ കഷ്ണം ഉണ്ടായിരുന്നു, ഒരു കിറ്റ് മേടിച്ച് കപ്പ പുഴുങ്ങിൻ്റെ ബാക്കിയാണ് കഴിഞ്ഞ ദിവസം. പിന്നെ കിറ്റ് മേടിച്ചതിനകത്തൊരു കായ ഉണ്ടായിരുന്നു. പിന്നെ എന്നായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്? പിന്നെ പയർ, വൻപയർ ഇന്നലെ തോരൻ വെച്ചതിൻ്റെ ബാക്കി, അങ്ങനെ വേണേൽ പറയാം അല്ലേ. അതുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഇട്ട് ഒന്നും കൂടെ 2 വിസിലടുപ്പിച്ചു. അപ്പോൾ അത് വെന്തെല്ലാം വന്നതിനകത്തോട്ട് തേങ്ങായും ജീരകവും ഉപ്പും കൂടെ ഇട്ട് അല്ലേ, ചെറിയ ജീരകം അല്ലേ, തേങ്ങായും ജീരകവും 2 ഉള്ളിയും കൂടെ അതും റെഡിയാക്കി
അതെ, അത് ചെറുതായിട്ടൊന്ന് ചതച്ചതിനകത്തോട്ട് ചേർത്ത് ഇളക്കി പച്ച പച്ച വെളിച്ചെണ്ണയും പച്ചക്കറിവേപ്പിലയും ഇട്ട് അടച്ചു വെച്ചപ്പോൾ ഇതേ കിടക്കുന്നു നമ്മുടെ ഈ കുഴ തയ്യാർ. നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ തീയലിനുള്ളതാണ് ബാക്കി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ചീരയ്ക്കുള്ളത് വേണ്ടേ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേണ്ടേ മൂത്ത് വന്നപ്പോൾ അതിനകത്തോട്ട് നമ്മൾ കൊച്ചുള്ളി ഇട്ടു അല്ലേ? കുഞ്ഞുള്ളി അതിട്ടിട്ടുണ്ട്. അത് ഇനി ഒന്ന് വഴന്ന് വരണം. വഴന്ന് വന്നു കഴിയുമ്പോൾ തീയിലാവും. അതെ, സാധനങ്ങളൊക്കെ ചേർത്ത് ഇളക്കിയെടുക്കണം. ഞാൻ ചീനിച്ചട്ടിന്ന് മാറ്റത്തെ ചട്ടിയിലോട്ടാക്കി വെച്ചു. നമ്മുടെ ചട്ടിയിലാണ് ഞാൻ അത് വേവിച്ചത്, ചെമ്മീൻ വേവിച്ചത്. അത് നമ്മൾ ഓൾറെഡി ആദ്യം കാണിച്ചായിരുന്നു. പിന്നെ നമ്മളിതിന് ചേർത്തത് എന്താന്ന് വെച്ചാൽ തേങ്ങായെ നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ വറുത്തു, തേങ്ങ ഇട്ട് വറുത്തിട്ട് ഒരു തുള്ളി ഗരം മസാലയും കൂടെ ചേർത്ത് അതെല്ലാം കൂടെ ഇട്ട് വറുത്ത് നല്ലവണ്ണം അരച്ചെടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പം ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ, അതായത് തേങ്ങാക്കൊത്തും ചേർത്ത് ഇച്ചിരി ശകലം ഇച്ചിരി തേങ്ങാക്കൊത്തും എല്ലാം കൂടെ നല്ലവണ്ണം മൂപ്പിച്ചെടുത്തിട്ട് ഈ അരപ്പതിനകത്ത് ഒഴിച്ച് തിളച്ചിട്ട് ചട്ടിക്കകത്തോട്ട് ഞാൻ ഇതും കൂടെ ഒഴിച്ച് പുളി ഇടണം. ഒരു കഷ്ണം മറന്നു പോകല് കേട്ടോ, ഒരു കഷ്ണം പുളി ഇടണം. ഒരു ചെറിയ പുളിയും വേണം, ഇച്ചിരി മസാലയുടെ ടേസ്റ്റും വേണം. അങ്ങനെ വെച്ചുണ്ടാക്കി നോക്കാൻ അടിപൊളി കറിയായിരിക്കും. നമ്മൾ അടുപ്പത്ത് കിടക്കുവാണ്. ഇച്ചിരി വെള്ളം കൂടെ വറ്റി കഴിയുമ്പോൾ സൂപ്പർ കണ്ടോ ചെമ്മീൻ തീയൽ കിടക്കുന്ന കണ്ടോ. അപ്പൊ ചെമ്മീൻ തീയലായി, കുഴയായി, കറ്റിക്കഴിയുമ്പോൾ അതാവും. ഇനി അടുത്ത നമ്മൾ വെക്കാൻ പോകുന്നതാണ് ചീര. ഇന്നലെ നമുക്ക് 50 രൂപയ്ക്ക് മന്ദിരക്കാവിലിൽ നിന്ന് കിട്ടിയ ചീരയാണ്. അതെ, കാച്ചറം പൂച്ചറ അരിഞ്ഞു. അതെ, എല്ലാ ദിവസവും കറിയൊക്കെ ഇന്നിപ്പം ഞായറാഴ്ച രാവിലെ ഒരു കുഴ വെക്കണമെന്ന് വിചാരിച്ചല്ല, എന്നാലും എല്ലാം ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു. കറിയുടെ അറ്റം മൂലയെല്ലാം മുറിച്ച് വെച്ചാൽ അത് കളയണ്ടല്ലോ. ഇന്ന് ഞായറാഴ്ച ആകുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ടല്ലോ, എല്ലാവരും കൂടെ അങ്ങ് കഴിച്ചോളുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇന്നിത് വെച്ചാൽ. അന്നേരം ചീര മേടിച്ച് നാളത്തേന് ഇതങ്ങ് വാടിപ്പോവും. ഇത് അവിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ശകലം തോരനെ കാണും. അതെ, ഈ കാണുന്ന അത്ര ഒന്നും ആദ്യം കൂടെ. പിന്നെ എന്നാ വെച്ചാൽ ഞായറാഴ്ചയല്ലേ, ദേവു ആണെങ്കിൽ ഇന്ന് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന ദേവു ഒന്ന് ഉച്ച കഴിഞ്ഞ് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. എന്നാൽ രാവിലെ ഇത് പണിയെല്ലാം ഒതുക്കി വെച്ചിട്ട് അവൾ ഉച്ച കഴിഞ്ഞ് വീട്ടിൽ പോട്ടെ, എനിക്ക് ഉച്ച കഴിഞ്ഞ് അയൽക്കൂട്ടം, കരവത്തിലെ അയൽക്കൂട്ടം, അല്ലാത്ത പഞ്ചായത്തിൻ്റെ അയൽക്കൂട്ടം, അങ്ങനെയുള്ള പരിപാടി, പിരിവിന് പോകണം. അങ്ങനെ കുറെ പണിയുണ്ട് ഞായറാഴ്ച ദിവസം. അതാണതല്ല, രാവിലെ അതിനോടത്ത് ബാക്കി കുറെ അലക്കും പെറുക്കും അതെല്ലാം കഴിഞ്ഞു. അവനാണെങ്കിൽ അങ്ങോട്ടങ്ങാണ്ട് ഇറക്കി കഴിഞ്ഞ് വന്ന് പട്ടിയെല്ലാം അവന് കുളിപ്പിക്കണം. അച്ഛൻ ലോട്ടറിയും കൊണ്ട് പോയേക്കുവാണ്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെയൊക്കെ ഞങ്ങളെല്ലാം ഞായറാഴ്ച ദിവസം ഞങ്ങൾക്ക് ഇച്ചിരി തിരക്കിട്ട പണികൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ. ബാക്കിയുള്ള ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ ചോറും കറിയെല്ലാം ഞാൻ വെക്കും, ദേവ് ജോലിക്ക് പോവും, ഉച്ചയ്ക്ക് വരും, നമുക്ക് അങ്ങനെ ഉള്ളൂ. അതുകൊണ്ടാണ് ഞായറാഴ്ച അങ്ങ് ചിരിതായിട്ട് കാണിച്ചേക്കാന്ന് വിചാരിച്ചത്. എല്ലാവരും കാണണം കേട്ടോ, കാണാതിരിക്കുമൊന്നും ചെയ്യല്ലേ. ഗ്യാസ് ഓണാക്കി പാൻ വെച്ചു, തേങ്ങ ആവശ്യത്തിനുള്ളത് ചിരവിക്കൊണ്ട് വന്നു, വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നമ്മൾ തോരനാണ് വെക്കാൻ പോകുന്നത്, നമ്മുടെ ചീര തോരൻ. സാധാരണ സബോള വേണം ചേർക്കാം, പക്ഷെ നമുക്ക് ഉള്ളി അരിഞ്ഞിരിപ്പുണ്ട് ബാക്കിയല്ലേ. നമ്മൾ ഉള്ളിയാണ് ചേർക്കുന്നത്. അതെല്ലാവരെല്ലാം ഇവിടെ ഒന്ന് ഇളക്കി റെഡിയാക്കണം. ലേശം മഞ്ഞപ്പൊടി, അതെ മഞ്ഞപ്പൊടി കിടന്നോട്ടെ, അത് എടുത്തിടണം ഇനി. നിങ്ങളോർക്ക് തന്നെ പരണ്ടെന്ന് ഓർക്കും, പരണ്ടെന്ന അല്ല കേട്ടോ, സാധനം ഇതിനകത്ത് തീർന്നിട്ടാ കേട്ടോ. മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, അതിന് കാശ്മീരിയാണ് കുറച്ചിട്ടത്. ഇച്ചിരി ഒരു എന്നാണെങ്കിലും നിറം ഇതൊക്കെ തന്നെ ഇരിക്കത്തുള്ളൂ, എങ്കിലും നമ്മുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് അല്ലേ. ഇതെല്ലാം കൂടി ഇട്ട് കൈയിട്ട് ഇളക്കുന്നതിനൊന്നും പറയില്ല, ഞങ്ങൾ കഴിക്കാനുള്ളത് ഞങ്ങൾ കൈയിട്ടൊക്കെ ഇളക്കിയെന്നിരിക്കും. അല്ല പിന്നെ ഇങ്ങനെയൊക്കെയാ മക്കളെ എല്ലാ അമ്മമാരും വെക്കുന്നത്. പിന്നെ കുക്കിംഗ് വീഡിയോ ചാനലുകാരൊക്കെയാണ് സ്പൂണിട്ട് ഇളക്കി കാണിക്കുന്നത്. സ്പൂണിട്ട് ഇളക്കൂ, കയ്യിൽ ഗ്ലൗസ് ഇട്ട് ഇളക്കൂ ഒക്കെ കാണിക്കുന്നത്. നമുക്ക് അങ്ങനെ കാണിക്കാമല്ലോ. നമ്മൾ പച്ചയായി വീട്ടിലുണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളൊക്കെ വീട്ടിലും കൈയിട്ടിളക്കുവാന്ന് നമുക്കറിയാം. പിന്നെ നിങ്ങൾ കമൻ്റൊന്നും ഇട്ട് നമ്മളെ ഇതാക്കല്ലോ. നിങ്ങൾ ഇപ്പോഴത്തെ പിള്ളേരായിരിക്കും, നിങ്ങളൊക്കെ നിങ്ങളുടെ അമ്മമാരോടൊക്കെ ചോദിക്കണം എങ്ങനെയാ വെക്കുന്നതെന്നൊക്കെ. കടുകിട്ടു, കടുകിട്ടതിലേക്ക് അരപ്പാദ്യമേ ഇട്ടു. അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് അല്ലേ മാറി സെറ്റപ്പായി വരണം. ഞങ്ങളുടെ അങ്കത്തട്ട് മുഴുവൻ ഇപ്പം കുളമായി കിടക്കുക, രാവിലെ തൊട്ട് ഉച്ച വരെ. ഉച്ച കഴിയുമ്പോൾ ഞങ്ങളുടെ അങ്കത്തട്ട് ശരിയാകത്തുള്ളൂ, അതായത് അടുക്കള.
രാവിലത്തെ ബഹളമാണ് ഇവിടെ മുഴുവനും. കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം കൂടെ ഒറ്റയടിക്ക് വൃത്തിയാക്കിയിട്ട് അങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ. ഉച്ച കഴിഞ്ഞ് പിന്നെ വേറെ പരിപാടിയൊക്കെ ആയതുകൊണ്ട് വൈകിട്ട് ഞങ്ങൾ ഫുള്ളും എല്ലാം പാത്രങ്ങളും എല്ലാം കഴുകി തുടച്ച് വെച്ച് കിടക്കണം. അതായത് നമ്മൾ ഓൾറെഡി പോസ്റ്റിൽ വീഡിയോ ഇട്ട് ഫോട്ടോ ഇട്ട് കാണിച്ചിട്ടുണ്ട്. അവസ്ഥ ഡേ നൈറ്റിൽ നമ്മുടെ അടുക്കള എങ്ങനെ കിടക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കാം. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്ന് പകല് ഞങ്ങൾ കാപ്പിക്ക് ഉണ്ടാക്കി, കട്ടൻ വെച്ചു, ചായ വെച്ചു, എല്ലാം കഴുകാൻ എടുക്കാൻ എല്ലാം കൂടി ഇപ്പം ഒറ്റ അടിക്ക് ഒരു പണിയാണ്. അതെ, ഞാൻ തന്നെ വേർത്ത് കുളിച്ചു. കഴിഞ്ഞ ഉടനെ ഞാൻ കുളിക്കാൻ കയറുവാണ്. രാവിലെ കുളിക്കുന്ന വെറുതെയാ. ആ ചെറുക്ക മുള്ളി 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 ഒരു വെക്കും എൻ്റെ തുണിയെ മൊത്തം. 2-3 കുളിച്ചാലും കുളി തീരത്തില്ല. നമ്മുടെ കുഞ്ഞല്ലേ, കേശി കുഞ്ഞെ. ഉറക്കി ചീര അങ്ങോട്ട് ഇടാം അതിനകത്തോട്ട്. നമുക്ക് അച്ചാറൊക്കെ ചിലര് പറയും ചീര മെഴുക്ക് പുരട്ടി എന്ന് പറയും. ഇന്നലെ ഓരോരുത്തർ പറയുന്നത് ഞാൻ കേട്ടു, ചീര മെഴുക്ക് പുരട്ടി വെച്ചത്. ഇത് ഇങ്ങനെ വെക്കുന്നതിനായിരിക്കും മെഴുക്ക് പുരട്ടി പറയുന്നത്. ഈ ചീര തേങ്ങ ഇടാതെ വെക്കുന്നതിനായിരിക്കും ചിലപ്പോൾ മെഴുക്ക് പുരട്ടി പറയുന്നത്. നമ്മള് തോരനെന്നാ പറയുന്നത്. ഇനി അതവിടെ നിന്ന് വഴി ഒന്ന് വേഗട്ടെ. ഉപ്പും കൂടെ ചേർത്തിട്ട് ചേർക്കാത്ത എന്താന്ന് ചോദിക്കാൽ ഉപ്പ് ഇപ്പം ചേർക്കും. ഇവിടെ 5-6 നാരങ്ങയായിരുന്നു ഫ്രിഡ്ജിനകത്തിരിക്കുമായിരുന്നു. വെറുതെ അതിരുന്ന് പോകണ്ടല്ലോ, എന്നാൽ പെട്ടെന്നൊരു അച്ചാറും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചേ. അത് ഞാൻ അരിഞ്ഞെല്ലാം വെച്ചു, വേവിച്ചിട്ട് ഇന്ന് അച്ചാർ പൊടി ഇട്ടങ്ങ് വെക്കുക. അല്ലാതെ നേരമില്ല. അച്ചാർ പൊടി ഉണ്ടായിരുന്നു. നമ്മുടെ അച്ചാർ പൊടി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതേ ഒരു ശകലം ഇട്ട് ഇന്നൊരു അച്ചാർ പൊടി കണ്ടോ, അച്ചാർ പൊടി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ട് നിങ്ങൾ അച്ചാറും വെച്ചേക്കാന്ന് വിചാരിച്ചു. ഇളക്കി ഉപ്പ് കൂടി ഇട്ടാൽ മതി. ഉപ്പിട്ടാണ് നാരങ്ങ ഓൾറെഡി വേവിച്ചത്. അരച്ച് വിടണം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വെക്കുക. എന്നിട്ട് കടി പൊട്ടിച്ചൊഴിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ചേർക്കണ്ട. അതിനകത്തെല്ലാം ഉള്ള അച്ചാർ പൊടിയാ. ഉപ്പും കൂടെ ഇട്ട് ഇളക്കി യോജിച്ച് വെച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടു പൊട്ടിച്ചപ്പോൾ അങ്ങോട്ട് വെക്കും. ഉടനെ അതങ്ങ് അച്ചാറായി. ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ കറി. അല്ലാതെ അങ്ങനെ വെച്ചു അതെടുക്കേ അരിയേ അച്ചാർ ഒന്നും പറയാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ കേട്ടോ. എല്ലാവരും അത് കളിയാക്കിയാലും എനിക്കൊന്നുമില്ല. ഞാൻ ഇങ്ങനെയൊക്കെ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ വെക്കുന്നതുകൊണ്ട് എനിക്ക് തൃപ്തിയാണ്. എൻ്റെ മക്കൾക്കും ഇഷ്ടമാണ്. എൻ്റെ ഇവിടെ ഒന്ന് കൂട്ടുന്നവർക്കൊക്കെ ഇഷ്ടമാണ്. ഇനി എല്ലാവരും വന്ന് നോക്കുക, അല്ലെങ്കിൽ ഞാൻ വെക്കുന്നതിൽ എന്തെങ്കിലും കുറ്റം ഉണ്ടെന്ന് അറിയണമെങ്കിൽ എല്ലാവരും ഓടി വന്ന് ഇതൊക്കെ കഴിക്കണം. മനസ്സിലായിട്ടുള്ളൂ. കടുക് വറുക്കുമ്പോൾ കാണിക്കാം. അടിപൊളി അച്ചാറ് കാണിച്ചേ. ഇത് തന്നെ കൂട്ടിയിട്ട് തന്നെ നോക്കി എന്നെ ടേസ്റ്റാണ്. തിരി കടുകോട് ചേർത്ത് അല്ലേ അടിപൊളി. കടുക് അച്ചാറായി. നിമിഷം നേരം കൊണ്ട് എത്ര കറികളാ വെച്ചെന്ന് കണ്ടോ. ചെമ്മീൻ തീയല്, കുഴ വെച്ചു, തോരൻ വെച്ചു, അച്ചാർ വെച്ചു. ഡിമ്മെന്നാ പണി. അത് ഇപ്പം മണി 12:30 ആയില്ലേ. ഞാനൊരു 11:30 ആയപ്പോഴാണ് ഇതിനെല്ലാം ഇങ്ങോട്ട് ഇറങ്ങി ചെയ്യാൻ തുടങ്ങി. നിമിഷം നേരം കൊണ്ട് 3-4 സൈസ് കറി റെഡി ആയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ചീരത്തോരനും റെഡി ആയിട്ടുണ്ട്. തേണ്ടേ, നല്ല ചുമന്ന ചീരയാണ്. ചീരത്തോരനും റെഡിയായി. അങ്ങനെ ആ കറിയും റെഡിയായി. ഇനി അച്ചാറിനൊന്ന് കടുവും കൂടെ വറുത്താൽ ഇന്നത്തെ പണി കഴിഞ്ഞു. പിന്നെ ഇതെല്ലാം ഒന്ന് ഒതുക്കണം, പാത്രം കഴുകണം, അത് ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ പണികൾ ചെയ്തിട്ട് വന്നിട്ട് ഞങ്ങൾ ഉച്ചയൂണിനുള്ള പരിപാടി ചെയ്യും.